പല നടിമാരുടെയും വിജയത്തിന് പിന്നിൽ അവരുടെ അമ്മമാരുടെ ശക്തിയുണ്ട്. അംബികയും രാധയും തെന്നിന്ത്യൻ സിനിമയിലെ താരോ താര രാജ്ഞികളായി മാറിയതിന് പിന്നിൽ അവരുടെ അമ്മ കല്ലറ സരസമ്മയുടെ കരുത്തുണ്ട്. അതുപോലെ ഒരു നടിയാണ് ലിസി. ഒരു കാലത്ത് ലിസി പ്രിയദർശനായിരുന്ന ലിസി. ലിസിയുടെ ജീവിതം സിനിമയെ വെല്ലുന്ന ജീവിതമാണ്. വർക്കിയുടെയും വർക്കി എന്ന വർക്കി എന്നത് ലിസിയുടെ പിതാവാണ്. അദ്ദേഹത്തിന് പാപ്പച്ചൻ എന്ന വേറൊരു പേരും കൂടിയുണ്ട്. വർക്കിയുടെയും പൂക്കാട്ടുപടി ഏലിയാമ്മയുടെയും മകളായാണ് ലിസിയുടെ ജനനം. ഹൈസ്കൂളിൽ ഉയർന്ന മാർക്ക് വാങ്ങിച്ച് വിജയിച്ച ലിസി പിന്നീട് സിനിമയിലേക്ക് ചേക്കേറുകയായിരുന്നു. ലിസി സിനിമയിൽ ചേക്കേറുന്നതിൽ അമ്മയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ ലിസി സിനിമയിൽ എത്തിയപ്പോൾ ലിസി ഒരു പുതിയ നടിയുടെ ഉദയമായി മാറി. ലിസിയുടെ താരോദയം അമ്മയ്ക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു. അമ്മ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ലിസി സിനിമാ താരമാകാൻ. പക്ഷേ ലിസിക്ക് അതായിരുന്നു നിയോഗം. ലിസിയുടെ അമ്മയും അച്ഛനും അവളുടെ ചെറുപ്പകാലത്ത് തന്നെ വേർപിരിഞ്ഞു. വർക്കിയുടേതായ നിലപാട് തറ തേടിപ്പോയി. അമ്മയായിരുന്നു ലിസിയെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ അമ്മയോടായിരുന്നു ലിസിയുടെ ഇഷ്ടം കൂടുതൽ. അമ്മ പറയുന്ന കഥാപാത്രങ്ങൾ മാത്രമേ ലിസി അഭിനയിക്കുള്ളൂ എന്നൊരു കാലവും ഉണ്ടായിരുന്നു. പിന്നീട് ലിസി പ്രിയദർശനുമായി പ്രണയത്തിലായപ്പോൾ ആ പ്രണയത്തെ എതിർത്തതും അമ്മ തന്നെയാണ്. പ്രിയദർശൻ്റെ വീട്ടുകാരും ഈ പ്രണയത്തെ എതിർത്തു. ക്രിസ്ത്യാനിയായ ലിസിയെ പ്രിയദർശൻ കെട്ടുന്നത് പ്രിയദർശൻ്റെ വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ലിസി ആത്മഹത്യക്ക് ശ്രമിച്ചു ഈ കാരണത്താൽ. ഒടുവിൽ പ്രിയദർശൻ ലിസിയെ വിവാഹം കഴിച്ചു. 28 വർഷം നീണ്ടുനിന്ന ദാമ്പത്യത്തിനൊടുവിൽ പ്രിയദർശനും ലിസിയും വേർപിരിഞ്ഞു. പൂക്കാട്ടുപടി ഏലിയാമ്മ മകളെ വെച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു. ആ സ്വപ്നങ്ങളെല്ലാം അഭിനയ ജീവിതത്തിൽ ലിസി സാർത്ഥകമാക്കി. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അവൾക്കത് സാർത്ഥകമാക്കാൻ കഴിഞ്ഞില്ല. അത് ലിസിയുടെ പരാജയമോ വിജയമോ എന്ന് വിലയിരുത്തേണ്ട കാര്യമില്ല. അത് ലിസിയുടെ വിജയം തന്നെയാണ്. ലിസി പ്രിയദർശനുമായി വേർപിരിഞ്ഞപ്പോൾ കൂട്ടിലടച്ചിട്ട തത്തയെ പോലെ ഇരുന്നില്ല. അവർ അവരുടേതായ ഹോബികളിൽ മുഴുകി. പ്രിയദർശനുമായി വേർപിരിഞ്ഞപ്പോൾ കളരി പഠനത്തിലിറങ്ങിയ ലിസിയെ നമ്മൾ കണ്ടു. അവർ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ അവരുടെ കളരി പഠനത്തിൻ്റെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തു. ഇടയ്ക്ക് ലിസിയുടെ പിതാവ് ജീവനാംശം ചോദിച്ച് കോടതിയിലെത്തി. ലിസി അദ്ദേഹത്തെ കാണാൻ സമ്മതിക്കുന്നില്ല, 5 പൈസ പോലും അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. ആ ആരോപണമെല്ലാം ഒരു വഴിക്കങ്ങ് പോയി. പിതാവിനെ കുഞ്ഞുനാളിൽ തൻ്റെ അമ്മയെ ഇട്ടിട്ട് പോയ പിതാവിനെ ലിസി മൈൻഡ് ചെയ്തതുപോലുമില്ല. വളരെ ബോൾഡായ ഒരു ക്യാരക്ടറാണ് ലിസിയുടേത് എന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ ഇങ്ങനെ പിതാവ് പണം ചോദിച്ചു വരുമ്പോൾ പണം കൊടുത്ത് പറഞ്ഞയക്കുകയാണ് പതിവ്. 5 പൈസ പോലും ലിസി തൻ്റെ പിതാവിന് കൊടുത്തില്ല. അയാളെ അയാളുടേതായ വഴിക്കങ്ങ് പറഞ്ഞു വിട്ടു. എന്നാൽ അമ്മയോട് ലിസിക്ക് ഒരുപാട് സ്നേഹമായിരുന്നു. പൂക്കാട്ടുപടി ഏലിയാമ്മ സിനിമയിലേക്ക് മകളെ അയക്കണമെന്ന് വിചാരിക്കാത്ത വ്യക്തിയായിരുന്നു. പക്ഷേ മകൾ സിനിമയിലെത്തി എന്ന് മാത്രമല്ല, സിനിമയിൽ ഒരു കാലം അടക്കി വാഴുകയും ചെയ്തു. ഇപ്പോൾ ലിസിയുടെയും പ്രിയദർശൻ്റെയും മകൾ കല്യാണിയുടെ കാലമാണ്. ലോക എന്ന ചിത്രം കല്യാണിയെ ലേഡി സൂപ്പർ സ്റ്റാറായി മാറ്റിയിരിക്കുന്നു. ലിസിക്ക് അഭിമാനിക്കാം ഇക്കാര്യത്തിൽ.
ലിസി നേടാത്തതിനേക്കാൾ കൂടുതൽ ഉയരത്തിലേക്ക് കല്യാണി പോയിരിക്കുന്നു.